നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് സുരക്ഷയാണോ? ഇവിടെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിൽ നമ്മൾ CC ക്യാം വെച്ചില്ലേ? വെച്ചോ. അതിന്റെ മോണിറ്റർ ഇവിടെ. മോണിറ്റർ എന്റെ ബെഡ്റൂം ഇരിപ്പുണ്ട്. ഇടിച്ചിറങ്ങുന്ന പുലിയെ അതിന്റെ മടച്ചെന്ന് പിടിക്കണമെന്ന്. എന്നിട്ട് എനിക്ക് ഡയലോഗ് മാറിപ്പോയി. എങ്ങനെ? മടിയിൽ ചെന്നിരിക്കണമെന്ന് ആയിരിക്കും. ഞാൻ ചെന്ന് നോക്കിയപ്പോ പുലി ഇങ്ങനെ കയറിപ്പോടെ ഇങ്ങനെ ഇരിക്കുവാ. ഞാൻ ചെന്ന് മടിയിൽ ചെന്ന് ഇരുന്ന് കൊടുത്തു. എന്നിട്ട് കഥ തുടരുകയാണ്. എന്റെ കഥാനായകന്റെ പേര് ബാംബെ മുട്ടായി. ബാംബെ മുട്ടായി. അതല്ല ഞാൻ പറയാൻ വന്നത്. ദൈവമേ 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 രക്ഷിക്കണേ. അല്ല ദൈവമേ രക്ഷിക്കണേ. ഭാരതമുനി നാട്യശാസ്ത്രത്തിൽ എന്തോ പറഞ്ഞേക്കുന്ന അവർ രണ്ടുപേരും പൈസ അവരുടെ 2 ജഡ്ജസ് ഞാൻ പൈസ കൊടുക്കും. എടോ ഭാരതമുനി എന്ന് പറഞ്ഞാൽ ഭാരതമുനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന അറിയോ? മൂത്രപ്പര ഉണ്ടാക്കിയിട്ട് ആളാണ് അവിടെ ജഡ്ജായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഞാനാണ് പ്രൊഫസർ കണ്ണൻ ചോപ്ര. അവരാരെന്ന് പറഞ്ഞത്? കണ്ണൻ ചോപ്ര. എന്റെ കൂടെ വന്ന് 10 കാശ് കിട്ടിയപ്പോ അവൻ പേരെടുത്ത് തിരിച്ചിട്ടിരിക്കുകയാണ്. ചപ്രക്കണ്ണൻ അവന്റെ പേര്. എനിക്ക് വേറൊരു അമ്മാവനുണ്ട്. പുള്ളിയുടെ സംശയം എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സിഗരറ്റ് വലിച്ച് അകത്തോട്ട് പോകുന്ന കറ തിരിച്ചെടുത്താൽ ഉണക്കിപ്പൊടിച്ച് വീണ്ടും സിഗരറ്റ് ആക്കാൻ പറ്റുമോ, ഹാൻഡ്സ് പല്ലിന്റെ ഇട വെച്ച് പുഴുപ്പല്ല് മാറ്റാൻ പറ്റുമോ എന്നൊക്കെയാണ് അമ്മാവന്റെ സംശയം. ഡ്രസ് ചെയ്തു. എന്നിട്ട് നിന്റെ ഉള്ള ഡ്രസ് ഇല്ലല്ലോ, എല്ലാം ഊരിയെടുത്ത്. എനിക്ക് കൊണ്ടുവന്ന് വറുത്തീനാണോ പൊരിച്ചീനാണോ എന്ന് അറിയത്തില്ല. പുറകെ കൂടെ കമ്പ് കയറ്റിട്ട് കറങ്ങായിരുന്നാ മതി. എനിക്ക് കാര്യം പറയുന്നുണ്ട്. നല്ല സാമൂഹ്യ പഠന ക്ലാസ്സിൽ നിങ്ങൾ വന്നില്ലല്ലോ? ഞാൻ വന്നിരുന്നു. നീയും വന്നില്ല, ഇവനും വന്നില്ല. ഇംഗ്ലീഷ് സിനിമയിൽ ഉമ്മ കൊടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കുന്ന പോലെയാണ്, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ മലയാള സിനിമയിൽ ഉമ്മ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ കുഴിയില്ലാത്ത റോഡ് പോലെയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. എന്ത് എന്റെ അച്ഛൻ ആരാന്നുള്ളതിന്റെ കേസ് അത് വിധി വന്ന് സുഖൂന്ന് അങ്ങനെ എന്തോ ഉള്ള ഒരാളാണ് മിന്നാന്ന് മുതൽ ഞാൻ അച്ഛനെ വിളിച്ച് തുടങ്ങുകയും ചെയ്തല്ലോ. ഒന്ന് പോടാ. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അന്നദാനം കൊടുക്കാമെന്ന് ഈ പ്രസിഡന്റ് പറഞ്ഞു. എന്നിട്ട് കൊടുത്തില്ല. ഫണ്ട് എവിടെ? എവിടെ? എടാ, അന്നദാനം കൊടുക്കാനുള്ള ഫണ്ട് കൊണ്ടല്ലേ ഞാൻ അവർക്ക് ശൗചാലയം പണിത് കൊടുത്തില്ലേ? ആഹാരം കൊടുക്കാതെ കക്കൂസ് കൊടുത്തിട്ടെന്താ കാര്യം? പയ്യുടെ വില എന്താണ്? വില എന്താണ്? വലിയ പയ്യാണെങ്കിൽ 19,000 രൂപ കിട്ടും. പിന്നെ ഇടത്തര പയ്യാണെങ്കിൽ 30,000 രൂപ. പിന്നെ ക്രാവിനൊക്കെ ഇവിടെ വിലയില്ല. ഫോണിന്റെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ അമ്മ മേടിച്ചു അച്ഛനെ ഇറങ്ങാക്കല്ലേ? ഓ പിന്നെ മരിക്കാറായി. അപ്പോഴാ ഒരു മഴക്കാറ്. നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ? നിങ്ങൾ ഇപ്പോഴങ്ങ് മരിക്കില്ല മനുഷ്യ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചേ മരിക്കൂ. അല്ലെങ്കിൽ അത് അങ്ങനെയാ, കണ്ട കഥന് കൊണ്ടേ പോകൂ. ഞാൻ അപ്പൻ. ആഹാ, ഞാൻ അമ്മ. കൊള്ളാലോ, നല്ല കളി. അതല്ല, ഞാൻ അപ്പ. ചാപ്പ് പിടിച്ച് വെക്കണം. മഴ പെയ്യുന്നത് ദൈവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിന്ന് മൂത്രം ഒഴിക്കുന്നതായിരിക്കുമെന്നും ടിവിയുടെ ചില്ല് പൊട്ടിച്ച് അതിന് മമ്മൂട്ടി ഇറങ്ങി വരുമെന്നും എന്തിന് ബബിൾക്കം വിഴുങ്ങി അത് കിഡ്നിയിൽ പോയി ഒട്ടിപ്പിടിച്ച് മൂത്രം ഒഴിക്കുമ്പോൾ സ്ട്രോബെറി ഫ്ലേവർ ആയിട്ട് വരുമെന്ന് വരെ എന്റെ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഇവിടെ ഒഴിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? നീ മാത്രമല്ലടാ, ഈ കാട്ടിലെ എല്ലാ പുള്ളകളും ഈ സരസമ്മയുടെ ഇടുപ്പിലിരുന്നാ മൂത്രം ഒഴിച്ചിട്ടുള്ളത്. സരസമ്മച്ചി നല്ല പേരിടരുത്, സ്നഗ്യമ്മച്ചി ഇടണമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നേ ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തു. ഭാര്യക്ക് ഉമ്മ കൊടുത്ത ശബ്ദം ഇങ്ങനെയോ? അയൽക്കത്തെ വീട്ടിലെ സൂവിന്റെ ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തു. അവൻ കൈയോടെ പിടിച്ചു, എന്റെ കഴുത്തിൽ പിടിച്ചു. അതിനുശേഷം എന്റെ ശബ്ദം ഇങ്ങനെ. മഴത്തെ ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത റെക്കോർഡ് എന്റെ കൂട്ടുകാരൻ ദാസപ്പന്റെ 50 രൂപയുടെ ഹെഡ്സെറ്റിനാണ്. കാരണം രാത്രി 12 മണി കഴിഞ്ഞാൽ ഇവന്റെ ചുണ്ടിന്റെ ഇടയ്ക്ക് പല്ലില്ലെങ്കിലും ഹെഡ്സെറ്റിന്റെ മൈക്ക് കാണും. കാരണം ഇന്ന് ഹോളി ആഘോഷം. സന്തോഷ വാർത്തയല്ലേ സാർ? കേരളത്തിന്റെ ഹോളിയാകാൻ പോകുന്നു. അത് രാഘോഷം. നന്ദിയാടാ കാണിച്ച്. ഞാൻ ഇവിടെ വയ്യാതെ നടക്കുമ്പോ നീ കയ്യും വീശി വന്ന് മോശമായി പോയി. കയ്യും വീശി വന്നത്രേ. എടാ ചാർലി, ഞാൻ കയ്യും വീശിയാണോ വന്ന? കൈ കെട്ടിക്കൊണ്ട് സതീശ എന്ന് വിളിച്ചോണ്ടല്ലേ വന്നേ.
നിനക്ക് നാണമുണ്ടോ? പിഷാരടി ഡെവലപ്പ് ചെയ്യുന്ന പോലെ കോമഡി ഒക്കെ വെച്ച് സ്റ്റാൻഡപ്പ് ചെയ്യാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? അത് കണ്ടിട്ട് ഞാൻ പുള്ളിക്ക് മാന്യമായിട്ട് റിപ്ലൈ ഇട്ടു, തനിക്ക് നാണമുണ്ടോ എഴുത്തച്ഛൻ ഡെവലപ്പ് ചെയ്ത മലയാളം ഭാഷ ഉപയോഗിച്ച് കമന്റ് ഇടാൻ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഭാഷ കണ്ടുപിടിച്ചുകൂടെ എന്നായിരുന്നു. അച്ചാച്ചൻ മേത്ത് മുഴുവൻ മണ്ണണ്ട മോനെ. അയ്യോ കൊച്ചിയിലെ യോഗി പുള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് വരെ കുഞ്ഞുങ്ങളുണ്ടാവും. ഓ ആ യോഗിയിലൊക്കെ ഒരു യോഗം. നമ്മൾ ചെല്ലുമ്പോ കൈ അങ്ങോട്ട് പൊക്കാൻ പറയും. കൈ വെക്കുമ്പോ കുഞ്ഞുങ്ങളുണ്ടാവോ? കൈ പൊക്കുമ്പോ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. മലയാള സിനിമയിൽ എത്ര ചെറുപ്പക്കാരായ നടന്മാരുണ്ട്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ടൊവീനോ, യൂസഫ് അലി. യൂസഫ് അലിയാ? ആ